ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയൊക്കെ ആയിട്ട് പോകാനില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മോളുടെ സ്കൂളിലൊക്കെ പോയി അവളുടെ യൂണിഫോമും കാര്യങ്ങളും തുണിയൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ ഒരു കുട്ടി ഷോപ്പിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട നിങ്ങളോട് ഞാൻ കുറേ വ്ളോഗുകളിൽ പറയാറുണ്ട്. MCP സൂപ്പർ മാർക്കറ്റ് ഇരിഞ്ഞാലക്കുട. അതാണ് ഞാൻ സ്ഥിരമായിട്ട് കുറേ ഐറ്റംസൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പ്. അപ്പോൾ എന്തായാലും അവിടെ പോയി കുറച്ച് ഐറ്റംസൊക്കെ അവിടുത്തെ ഞാൻ കാണിച്ചാൽ എനിക്കറിയില്ല അത്രത്തോളം അവിടെ നിന്ന് വല്ലതും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഇതുവരെ ഒരു കടയിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും. അപ്പോൾ എന്താ പറയുക, എനിക്ക് അതിൻ്റെ ഒരു ചമ്മൽ നന്നായിട്ടുണ്ട്. പോയിട്ട് എന്തെങ്കിലും ഇപ്പോൾ പറ്റണ പോലെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആ ഷോപ്പിൽ ഇരിഞ്ഞാലക്കുടക്കാർക്ക് തീർച്ചയായിട്ടും MCP സൂപ്പർ മാർക്കറ്റ് അറിയാതിരിക്കില്ല. കുറേയധികം ഐറ്റംസ്, നല്ല അടിപൊളി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്കുള്ള ഐറ്റംസിൻ്റെ സെക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടെയാണ് ഞാൻ കൂടുതൽ പോകാറ്. പിന്നെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊന്നും കാണിക്കുന്നില്ല. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും കാണാൻ കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെക്കേഷനായിട്ട് നിങ്ങളൊക്കെ യാത്രകൾ പോകുന്നുണ്ടോ, എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടോ, നിങ്ങൾ പോകാൻ പോകണ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്നൊക്കെ എന്നോടൊന്ന് റെക്കമെൻഡ് ചെയ്തോളൂ. ഇപ്പോൾ ഞങ്ങൾ പോകാനൊന്നും ഉദ്ദേശമില്ല ഇപ്പോഴത്തെ ഒരു ഇതിൽ. അപ്പോൾ ഇപ്പോൾ നോർമലി വീട്ടിൽ തന്നെയാണ്, ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. ചിലർക്ക് ചോദിക്കാറുണ്ട് ട്രാവൽ വ്ളോഗ് ചെയ്യാതെ. ഞാൻ കൂടുതൽ സമയം വീട്ടിലാണെങ്കിൽ ഭയങ്കര മടിയാണ് പുറത്തേക്ക് പോകാനായിട്ട്. പിന്നെ വല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നല്ലാതെ എനിക്ക് വീട്ടിലിരുന്ന് വരുന്നൊക്കെ ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടില്ലേ മറ്റേ ഷെൽഫുകൾ, അത് ഇതേ പല സൈസിൽ അവൈലബിൾ ആണ്. 3 ഷെൽഫുള്ളത്, 4 ഷെൽഫുള്ളത്, അതുപോലെ തന്നെ പല വലിപ്പത്തിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ 2 സെറ്റായിട്ട് മേടിച്ചിട്ട് അതിൻ്റെ മേൽപോട്ട് വെച്ച് നമുക്കത് കണക്ട് ചെയ്യാം കേട്ടോ. ഈ സംഭവം ഇത് കണക്ട് ചെയ്ത് നമുക്ക് ഫുൾ അഴിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒരു 2 ഷെൽഫ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 സെറ്റ് കൂടി മേടിച്ച് കഴിഞ്ഞാൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് കിച്ചണിൽ സബോളയും അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഉരുളക്കിഴങ്ങൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്റ്റാൻഡാട്ടോ. സ്റ്റീലിൻ്റെ നല്ല അതിൻ്റെ ചക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉന്തി കൊണ്ട് നടക്കുകയും ചെയ്യാം. ഇതിന് വിലയായിരുന്നത് 765 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. 2 തട്ടുള്ളൂ കേട്ടോ. 3 തട്ടുള്ളതിന് അതിനെക്കാട്ടും കൂടുതലുണ്ട് വില. അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ പറഞ്ഞ ബാത്റൂമിൽ കോർണർ ഷെൽഫ് ഞങ്ങളുടെ വീട്ടിലില്ലേ, അതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ തന്നെ മേടിച്ചത്. ഇത് പല കളറിൽ അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചത് വെള്ളയാണ്. ഇതിന് 300 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ വില. ഇനിയുള്ളത് ഈ ചെറിയ തട്ട് പോലത്തെ സംഭവമാണ്. ഇതെന്താ വെച്ചാൽ നമുക്ക് വല്ല ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഉള്ളതെന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്ത് ചുമരുമ്പോൾ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ, ഇത്രയും ചെറുത് ഞാൻ അധികം കണ്ടിട്ടില്ല. സ്റ്റീലിൻ്റെയും ഉണ്ട്, ഈ വൈറ്റ് കളർ മോഡലും വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ബാത്റൂമിൻ്റെ തട്ടുണ്ടല്ലോ, അതിൻ്റെയും സ്റ്റീലിൻ്റെ മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. കോർണറിൽ വെച്ചാൽ നല്ല വൃത്തിയിലിരിക്കും. അപ്പോൾ പിന്നെ പാത്രങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് അവിടെ വേറെ ഉണ്ട് കേട്ടോ. ഞാനത് ഫുള്ളൊന്നും കാണിക്കുന്നില്ല. എനിക്ക് വീട്ടിലുള്ളതും കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഐറ്റംസാണ് ഞാൻ കുറച്ചെണ്ണൊക്കെ കാണിച്ചു തരണത്. പിന്നെ ഇത് നല്ലൊരു മാറ്റാട്ടോ, നോൺ സ്ലിപ്പറി മാറ്റാണ്. അടിയിൽ റബ്ബർ പോലെ ഉണ്ട്, അതുകൊണ്ട് ഇത് ഒട്ടും നീങ്ങില്ല. നല്ലൊരു മാറ്റാണ്. അപ്പോൾ ഇത് യോഗ മാറ്റാണ്. ഇതിന് 490 രൂപയാണ് വില. ചിലവർ എൻ്റെ യോഗ മാറ്റ് കണ്ടപ്പോൾ ചോദിച്ചിരുന്നു. ഇത് ഷോപ്പുകളിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്, പല സൈസിൽ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വ്യത്യാസമുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 490 ഇത് വലിയ കൂടുതലെന്ന് പറയാനില്ല. ഇവിടെ അത്യാവശ്യം ഐറ്റംസൊക്കെ ഒരു നോർമൽ റേഞ്ചാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലകൾ തന്നെയുള്ളൂ. അടുത്തതായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന നെറ്റിൻ്റെ ബാഗുകൾ എവിടെ നിന്ന് മേടിച്ചെന്ന് ചോദിച്ചിരുന്നു. അത് ഇവിടെ തന്നെയാണ്. 50 രൂപ റേഞ്ചാണ്. അത് 4 ബാഗ് 5 ബാഗിൻ്റെ ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കറക്റ്റ് വില പറയാത്തത്. ഇത് സിലിക്കണിൻ്റെ ഫ്രിഡ്ജ് ബാഗാണ്. ഇതിനൊരു 90 രൂപയോളൊക്കെ വില വരുന്നുണ്ട്, കാരണം ഒരു പീസിന്. കാരണം അത് ഇത്തിരി കട്ടിയുള്ളൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. ഇനി ഞാൻ കാണിക്കുന്നത് ഇതെന്ന് വെച്ചാൽ കസാരയുടെ കാലുകളുണ്ടല്ലോ, 4 കാലുകളും ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറാണത്. അത് നമ്മൾ കാലുകളും ഇട്ട് വെച്ചാണെങ്കിൽ ഈ കാലുകൾ ഉരഞ്ഞിട്ടുള്ള പാടുകളും കാര്യങ്ങളൊന്നും വരില്ല. ഇതിന് ഒരു പാക്കറ്റിന് 70 രൂപയാണ്. 4 പീസ് അതിലുള്ള. കുറച്ച് വിലയുണ്ട്, നിങ്ങൾക്ക് തയ്ച്ചാലും ഈ സംഭവം ഉണ്ടാക്കാം. അടുത്തതായിട്ട് കാണിക്കുന്നത് തുണികളൊക്കെ ഇടാനുള്ളൊരു അഴക്കയാണ്. അതെന്താ സംഭവിച്ചാൽ കയറല്ല, ആ ഒരു അഴക്കാകുമ്പോൾ കുറേ ഗ്രില്ല് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹാങ്ങർ ഒന്നും ഈസി ആയിട്ട് ഇടാം. എൻ്റെ വീട്ടിലിതുണ്ട്. നിങ്ങൾക്കത് ആവശ്യമുള്ളപ്പോൾ തൂക്കിയിടാൻ വേണ്ടി അവരൊരു മെറ്റലിൻ്റെ ഹുക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൂക്കിയിട്ടിട്ട് ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് ഊരി വെക്കുകയും ചെയ്യും. 65 രൂപയായിരുന്നു ഇതിൻ്റെ വില. ഇത് വെറുതെ എൻ്റെ മുകളിൽ കാണിച്ചു തന്നാട്ടോ. ഒരു കോസ്റ്ററാണ് ഇത് ചായ വെക്കുന്നത്. 20 രൂപയാണ് ഇതിന് വില ഒരു പീസിന്, സിലിക്കണിൻ്റെ കോസ്റ്റർ. അടുത്തായിട്ട് കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇത് മൈക്രോ ഫൈബറിൻ്റെ പൊടി തട്ടുന്ന ഒരു ബ്രഷാണിത്. ഇതിന് പ്രത്യേകത ഇതിൻ്റെ ഹാൻഡിൽ കുറേ അത്യാവശ്യം നല്ല നീളത്തിലാക്കാം. ഈ മൈക്രോ ഫൈബറിൻ്റെ ഈ ഒരു ഡസ്റ്റർ എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും നീളം ആക്കാൻ പറ്റുന്ന മോഡലില്ല. അത് നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ല യൂസ്ഫുൾ ആയിരിക്കും. 350 രൂപ വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു, കാരണം പിന്നീട് മേടിക്കാമെന്നുള്ളതിൽ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്ടം പോലെ ഓർഗനൈസേഴ്സ് ഉണ്ട്, പല ഡിസൈനിലൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പല വില കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട്. ഇത് ഒരു സ്റ്റീലിൻ്റെ ഒരു കൊട്ട പോലത്തെ സംഭവമാണ്. ഇത് ഞാൻ കുറേ ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. 250 രൂപയോളം റേഞ്ച് ഉണ്ട്. നല്ല രസം ഉണ്ടാവും ഇത് കിച്ചണിലൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ. പിന്നെ ഇത് സിങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പോഞ്ചൊക്കെ വെക്കാനുള്ള ഒരു ഓർഗനൈസറാണ്. ഞാൻ എന്തായാലും ഇതുവരെ മേടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിത് ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മേടിച്ച ഐറ്റംസൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ പറയുന്നുണ്ട് കേട്ടോ, എന്തൊക്കെ ഞാൻ മേടിച്ചത്.
മേടിച്ചതെന്ന്. അതിൻ്റെ വിലയും കാര്യമൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഈ ഒരു സംഭവം കൂടി ഞാൻ മേടിക്കുകയാണ്. ഇത് ബാത്റൂമിലെ സിങ്കുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ടബിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. സ്റ്റാർ ഫിഷ് എന്താണ് ഹെയർ ക്യാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ രൂപ 60 70. അപ്പോൾ ഇത് നമുക്ക് ചൂടുകാലത്ത് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി വെക്കാം. അതിൽ ടാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസൊക്കെ കലക്കി ഇതിൽ ഒഴിച്ച് വെക്കാം, ഓറഞ്ച് ജ്യൂസ് എന്തെങ്കിലും, എന്നിട്ട് തണുപ്പിച്ച് കഴിക്കാൻ നല്ല രസമായിരിക്കും. 70 രൂപയായിട്ട് അതിന് വില. ഇത് സിങ്കിൽ വെക്കാനുള്ളതാണ്, അഴുക്കുന്നകത്തേക്ക് പോകാതിരിക്കാൻ. 15 രൂപയ്ക്ക് 3 പീസ് കിട്ടും. എൻ്റെ ചെറിയ മോഡൽ സിങ്ക് ആയതുകൊണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് കാണിക്കുന്ന സംഭവം അരി വാർക്കാനുള്ളൊരു പാത്രമാണ്. കഴുകിയിട്ട് അതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ വെള്ളം പോകാൻ കുറച്ച് ഹോൾസ് അവർ ഇട്ടിട്ടുണ്ട്, വേറൊരു വശത്തൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. എനിക്ക് 70 രൂപയായിരുന്നു അതിൻ്റെ വില. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്ടം പോലെ ബാസ്ക്കറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. കുറേ പേര് ചോദിക്കാറുണ്ട് ട്രേ ഒക്കെ എവിടെ നിന്ന് കിട്ടണേന്ന്. പ്ലാസ്റ്റിക്കിൻ്റെ സെക്ഷനിൽ പോയാൽ കിട്ടും. പിന്നെ ചവിട്ടിയിൽ നല്ലൊരു മോഡൽ ചവിട്ടിയാണിത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ വശം, മറ്റേ വശം നല്ല ആൻറ്റി സ്ലിപ്പറിയാണ് കേട്ടോ. ഇതിന് വില വരുന്നത് 300 രൂപയാണ്. വലിയ സൈസിന് 600 രൂപയുണ്ട്. ഞാൻ മേടിച്ചത് 200 രൂപയ്ക്ക്. അപ്പം വില കൂടിയിട്ടുണ്ട്. ഇനി കുറച്ച് വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ. അവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പാക്കറ്റുകളൊക്കെ അടച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അതായത് ഒരു എന്താ പറയുക, കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ നേരത്തെ കാണിച്ച ലവിൻ്റെ ഷേപ്പുള്ളത്, ഒരെണ്ണം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ മോഡലാണ്. ഇതിൻ്റെയൊക്കെ വില ഇത് ഞാൻ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അടുത്ത് കാണിക്കുന്നത് ഇതെന്താ സംഭവം വെച്ചാൽ ഒരു ബോൾ പോലത്തെ സംഭവം. ഇത് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതാണ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തുണികൾ നന്നായിട്ട് അലക്കുമ്പോൾ മിക്സായി വരാൻ വേണ്ടിയിട്ട് ആ ബോളുകൾ ഇട്ട് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ നന്നായിട്ട് ആവുന്നതാണ് പറയുന്നത്. ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഈ സംഭവത്തിൻ്റെ പേര് ബോട്ടിൽ സ്റ്റോപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ബോട്ടിലുകൾ ഇങ്ങനെ ചില്ലിൻ്റെ കുപ്പികളിലൊക്കെ നമുക്കിത് ഫിക്സ് ചെയ്താൽ, ഓയിലിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും കെച്ചപ്പിൻ്റെ ബോട്ടിലൊക്കെ ഫിക്സ് ചെയ്താൽ നല്ല ഇതായിട്ട് അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെക്ഷനാണ് കൂടുതൽ ഞാൻ നോക്കാറ്, ഇപ്പോൾ ഈ കാണിച്ച സെക്ഷൻ. ബാക്കി പിന്നെ ക്ലോക്ക്, ഫ്ലവേഴ്സ്, ഗ്രോസറി ഇതൊക്കെ ഉണ്ട്. പൂക്കളൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ MCP സൂപ്പർ മാർക്കറ്റ് ഇരിഞ്ഞാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അത് പരസ്യമൊന്നുമല്ല, ഞാൻ പോകുന്നൊരു ഷോപ്പിൻ്റെ പറഞ്ഞത് മാത്രം. അപ്പോൾ എന്തായാലും ഇനി ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മേടിച്ച ഐറ്റംസിൻ്റെയൊക്കെ റിവ്യൂ ഞാനിപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ MCP പോയപ്പോൾ മേടിച്ച കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ 2-3 ബുക്സ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് ആദ്യത്തെ ഐറ്റം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഷോപ്പിൽ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ. ഇത് സിങ്കിൻ്റെ അവിടെ നമുക്ക് സ്റ്റീൽ സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്പോഞ്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സംഭവമാണ്. സിലിക്കൺ ഉണ്ടാക്കിയൊരു സംഭവമാണിത്. ഇത് ഇപ്പോൾ നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ, ടാപ്പിൻ്റെ ചുറ്റും അത് ടേപ്പ് ഇതിനൊരു ബട്ടൺ പോലെയാണ് ഇവിടെ. ഇത് നമുക്കിപ്പോൾ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ക്ലിപ്പ് ചെയ്തിട്ടേക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നില്ല അഴിച്ച്. ഇത് നമ്മുടെ ടാപ്പ് ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കും, എൻ്റെ കയ്യാന്ന് വിചാരിക്കും. ടാപ്പുമ്പോൾ ഇങ്ങനെ ഇത് കെടുക്കും. അപ്പോൾ കിടന്നു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പോഞ്ചിൽ വെള്ളമോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ ഇത് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല ഡ്രൈ ആയിട്ട് സ്പോഞ്ച് ഇരിക്കുകയും ചെയ്യും. നമുക്കതൊരു നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിൻ്റെ വിലയായിരുന്നത് 80 രൂപയാണ്. കാരണം ഇത് സിലിക്കൺ ആയതുകൊണ്ടാണ് ഈ 80 രൂപ. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ മേടിച്ചൊരു സംഭവം ഈ സംഭവമാണ്. ഇത് ഞാൻ മുൻപ് മേടിച്ചിട്ടുണ്ട്, അത് ചീത്തയായതുകൊണ്ടാണ് ഞാൻ പുതിയത് മേടിച്ചത്. ഇത് നമ്മുടെ ബാത്റൂമിൽ നമ്മുടെ ഈ പറഞ്ഞ കുളിക്കുന്ന അവിടെ ടബ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം പോകാനുള്ള ആ ഹോളുണ്ടല്ലോ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം. ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ മുടിയൊക്കെ ഈ ഇതിൽ സിങ്കിലായാലും അല്ലെങ്കിൽ ടബിലായാലും ഒക്കെ കുടുങ്ങിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സംഭവം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുടി മുഴുവൻ ഇവിടെ കുടുങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സംഭവം ഈ ഊരിയെടുത്ത് ഈസി ആയിട്ട് വാഷ് ചെയ്യാം. ഇത് സിലിക്കൺ കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ. ഇതിന് വിലയായിരുന്നത് 60 രൂപയാണ്. കണ്ടില്ലേ സിങ്കിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ വാഷ് ബേസിനൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം. വാഷ് ബേസിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് ക്ലീൻ ചെയ്യണം. പലപ്പോഴും അതിൽ മുടിയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചാൽ ആ ക്ലീനിങ് കുറേയും കൂടി ഈസി ആയിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുൻപ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ ആയപ്പോൾ പിന്നെ അത് ചീത്തയായി, ഇപ്പോൾ ഞാൻ മാറ്റി. അടുത്തത് ഞാൻ മേടിച്ചത് ഈ ഒരു സംഭവമാണ്. ഇത് നല്ലൊരു സാധനം കേട്ടോ. അത് നമുക്ക് ഇത് എന്താ പറയുക, ഓയിലൊക്കെ ഇല്ലാതെ നമുക്ക് ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണം നല്ലൊരു എന്താ പറയുക അതിന് ഒരു കയ്യിലാണ് ഇത് സംഭവം. അപ്പോൾ അതേ കണ്ടില്ലേ, ഇവിടെ ഒരു ക്ലിപ്പും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് ഇങ്ങനെ തുറന്നിരിക്കുന്ന മാതിരിയാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റബ്ബർ ബാൻഡ് ഇടാമെന്ന് വിചാരിക്കുകയാണ്, അതുണ്ടായിരുന്നില്ല അതിന്. അപ്പോൾ ഇതാണ് പിന്നെ മേടിച്ചൊരു സംഭവം കേട്ടോ. ഇതിൻ്റെ വിലയായിരുന്നത് 80 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇതുമ്പോൾ വില കാണാനില്ല, അത് എനിക്ക് ഓർമ്മ വരുന്നില്ല വില കേട്ടോ.
പിന്നെ അടുത്തത് ഞാൻ മേടിച്ചത് സ്റ്റീൽ സ്ക്രബ്ബറാണ്. എക്സോടെ സ്റ്റീൽ സ്ക്രബ്ബറാണ് കേട്ടോ. ഇത് ഏറ്റവും നല്ല സ്റ്റീൽ സ്ക്രബ്ബർ ഇതാണ്. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് തുരുമ്പൊന്നും പിടിക്കില്ല, നല്ല ബെസ്റ്റാണ്. ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റീൽ സ്ക്രബ്ബറാണ്. ഇത് കലം ഇതൊക്കെ കുറച്ച് കിടണൊക്കെ ബെസ്റ്റാണ്. 25 രൂപയാണ് ഇതിൻ്റെ MRP എഴുതിയിരിക്കുന്നത്. കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. MCBയിലാകുമ്പോൾ ഇത്തിരി കുറവ് വരാറുണ്ട്. അടുത്തതായിട്ട് ഞാൻ മേടിച്ചത് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് അത് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബ്ബകളിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇടുന്നതിന് പകരം ഞാൻ ഒരു ക്ലിപ്പ് മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ തന്നെ ഒരു സംഭവമാണിത്. ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ, അതായത് സിലിക്കൺ മെറ്റീരിയലാണ്. പല അളവിൽ വരുന്നുണ്ട്. ഒരെണ്ണം ഈ വലുത്, പിന്നെ അടുത്തത് കണ്ടില്ലേ 10.5 സെൻറ്റിമീറ്റർ അവർ കൊടുത്തിരിക്കുന്നത്, 8 സെൻറ്റിമീറ്റർ, അങ്ങനെ 3 അളവിലാണ് ഇത് വരണേ. ഇതിപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഇപ്പോൾ ഞാൻ വെറുതെ പാക്കറ്റ് വിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഇടാം, ഇങ്ങനെ ടൈ ചെയ്യാം, എന്നിട്ട് ഇതിൽ കൂടെ കടത്തി കൊടുക്കാം. റബ്ബർ ബാൻഡ് പോലെ തന്നെ, പക്ഷെ നല്ല ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ നമുക്ക് ഫിറ്റാക്കുക എങ്ങനെയാണെന്ന് ചെയ്യാം. നല്ല സംഭവമാണിത്, കണ്ട കറക്റ്റ് ഫിറ്റായിട്ടിരുന്നു. ഇതിന് വിലയായിരുന്നത് 90 രൂപയാട്ടോ. അതിന് വില 90 രൂപയാണ് ഈ സംഭവത്തിൻ്റെ വില. ഇത് 6 പീസാണ് മൊത്തം ഉള്ളത്. അത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അടുത്തത് ഞാൻ മേടിച്ചൊരു സംഭവം, ഇത് ഞാൻ മുൻപും കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വേറെ കൂടി മേടിച്ചതാണ്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണിത്. ഇത് വെൽക്രോ ടേപ്പ് എന്ന് പറയുക അതിനെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്യൂട്ടി സെക്ഷനിലായിട്ട് അത് കണ്ടത്. പക്ഷേ ഇത് നമുക്ക് വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും വയറുകൾ, TV-യുടെ വയർ അല്ലെങ്കിൽ മൊബൈലിൻ്റെ വയറുകളൊക്കെ കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടാൻ പറ്റില്ലല്ലോ നമുക്കതെല്ലാം കൂടി. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ വയറാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ഇതിങ്ങനെ വെച്ച് ഇവിടെ അറ്റത്ത് ഇങ്ങനെ ഗ്രിപ്പ് ഇതുപോലെ ഉണ്ട്. ഈ വെൽക്രോമ് നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ വയറുകളൊക്കെ നല്ല കറക്റ്റായിട്ടിരിക്കും. അങ്ങനെയുള്ള എന്ത് ഐറ്റം നമുക്ക് കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഈ വെൽക്രോയുടെ ടേപ്പ് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 4 പീസാണ് ഞാൻ മേടിച്ചത്. അതൊരു പാക്കറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. അടുത്തത് ഞാൻ മേടിച്ചത്, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുള്ള ഐറ്റം തന്നെയാവും. കുഞ്ഞ് 2 മെഴുകുതിരി പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ മെഴുകുതിരിയുടെ സംഭവം. ഇത് 20 രൂപയായിരുന്നു ഇതിന് വില കേട്ടോ. ഇത് ഞാൻ വിചാരിക്കുന്നത് ക്യാൻഡിൽ ഹോൾഡർ പോലെ എൻ്റെ കയ്യിൽ കുറച്ച് പാത്രങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ്. മെഴുകുതിരി കുട്ടികൾ പിടിക്കുമെന്നൊരു പേടി, അതുകൊണ്ട് ഞാൻ മേടിച്ചത് കേട്ടോ. ഇതിന് വിലയായിരുന്നത്, ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇതിന് വിലയായിരുന്നത് 40 രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ വില, ആ ടാപ്പിന്. അടുത്തത് കാണിച്ചിരുന്നത് ഞാൻ മേടിച്ചത് ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് പ്ലാന്റ് ആണിത്. ഇതിന് വിലയായിരുന്നത് 100 രൂപയായിരുന്നു. അത് ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. ഇതൊരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും കുറേ ഉണ്ട്, 90 രൂപയുടെ ഒക്കെ വരുന്നുണ്ട്. ഞാൻ മേടിച്ചത് ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നിയത്. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ ഇങ്ങനത്തെ ഇലകളുടെ ഡിസൈൻ കുറേ ഞാൻ ഇലകളുടെ ഒക്കെ മേടിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. ചിലർ പറഞ്ഞു ഒറിജിനൽ പ്ലാന്റ്സ് വെച്ചുകൂടെ എന്നൊക്കെ ചിലർ ചോദിച്ചിരുന്നു. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഗാർഡനിങ് ഇത്തിരി മടിയാണ്. അപ്പോൾ എന്തായാലും ഞാനത് ട്രൈ ചെയ്യാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടി. ഇത് ഞാൻ ഏതെങ്കിലും ഒരു പോട്ടിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അപ്പോൾ പോട്ടിൽ വെക്കാൻ വേണ്ടി മേടിച്ചാണ്. അപ്പോൾ 100 രൂപ ഈ സംഭവം, ഈ ഇല. അപ്പോൾ അതിൽ പോട്ടിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ചിലയിടത്ത് ഇങ്ങനെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ട്. അടുത്തത് ഞാൻ മേടിച്ചത് കുറച്ച് ഹാങ്ങേഴ്സാണ്. അത് ക്ലിയർ ആയിട്ടുള്ള ഈ മോഡൽ ഹാങ്ങറാണ്. ഇതിന് വിലയായത് 24 രൂപ ഒരു പീസിന്. ഞാൻ 6 എണ്ണമാണ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ക്ലിയർ പോലത്തെ കണ്ടില്ലേ മോഡൽ ഹാങ്ങർ. ഇത് ഞാൻ പുറത്തൊക്കെ തുണികൾ ഇടുമ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ മോഡൽ ഹാങ്ങർ മേടിച്ചത്. ഈ സാധനങ്ങളൊക്കെ ഒന്നും കൂടി മാറ്റിയിട്ട്. ഇനി അടുത്ത ഐറ്റം, ഇനി ഇത് അവിടെ നിന്ന് തന്നെ മേടിച്ചതാട്ടോ MCBന്ന്. 2 ചവിട്ടി ഞാൻ മേടിച്ചു. 2 ചവിട്ടി. ഇത് ഈ മോഡൽ പുതിയത് അവിടെ വന്നതാണ്, ഞാൻ കണ്ടതാണ്. ഇത് നല്ലൊരു സംഭവമായിട്ട്. അതൊരു ഒരു ബ്രൗൺ കളറാണ് എടുത്തത്, കാരണം ചവിട്ടി പെട്ടെന്ന് മുഷിയും. എൻ്റെ ഡ്രസ്സിങ് ഏരിയയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അടിയിലൊരു റബ്ബർ മോഡലാണ്. ഇത് നീങ്ങില്ല, ഒട്ടും നീങ്ങി പോവില്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ചവിട്ടി സെലക്ട് ചെയ്തോട്ടോ. അടിയിൽ ഇങ്ങനെയുള്ളത് ഇത്തിരി കാശ് കൊടുക്കണം. 200 രൂപ ഉണ്ടായിരുന്നു ഒരു ചവിട്ടിക്ക്. പക്ഷേ ഇത് നന്നായി ലാസ്റ്റ് ചെയ്യും. ഞാൻ രണ്ടെണ്ണം വേറെ മോഡൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആൻറ്റി സ്ലിപ്പറി. നന്നായി ലാസ്റ്റ് ചെയ്ത് വെറുതെ ആ തുണിയുടെ സംഭവം മേടിക്കുമ്പോൾ നമ്മൾ ചവിട്ടി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒട്ടും അനങ്ങില്ല, നല്ല അടിപൊളിയായിട്ടൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ 2 എണ്ണം അങ്ങനത്തെ മേടിച്ചിട്ടുണ്ട് എൻ്റെ ഡ്രസ്സിങ് റൂമിലും ബാത്റൂമിൻ്റെ മുൻപിലും ഇടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതൊരു എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഒരു ബ്രൗൺ കളറാട്ടോ, കാണുമ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് പോലെ തോന്നിയെങ്കിലും ബ്രൗൺ ആണത് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച 2-3 ബുക്സും പിന്നെ ഞാൻ MCBയിൽ നിന്ന് തന്നെ മേടിച്ച ഒരു ബുക്കും കൂടി കാണിച്ചാൽ. ഒരെണ്ണം ഞാൻ മേടിച്ചത് ഫെയറി ടെയിൽസ്, സിൻഡ്രല്ല, അതുപോലെ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്, റോസ് ആൻഡ് സ്നോ വൈറ്റ്. അവർക്ക് ഇങ്ങനത്തെ ഫെയറി ടെയിൽസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കുറേ മോറൽ സ്റ്റോറീസ് അങ്ങനത്തെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫെയറി ടെയിൽസിൻ്റെ മേടിച്ചതാണ്. ഇത് സ്മൈൽ ബുക്സ് എന്ന് പറഞ്ഞ അവരുടെ പബ്ലിക്കേഷനിലുള്ള ബുക്കാണ്. 6ാമത്തെ ബുക്കാണ്. കുറേ ഉണ്ട് കേട്ടോ അവരുടെ സ്റ്റോറീസ്, നല്ല അടിപൊളി ബുക്സ്. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് മേടിച്ചത്, ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാട്ടോ. ഈ 3 ബുക്സ്. ഈ 3 ബുക്ക് കുഞ്ഞു ബുക്കാണ്,
89 രൂപയുണ്ട് ഈ ബുക്കിന് വില. പക്ഷേ ഇത് ഞാൻ മേടിച്ചതിൻ്റെ കാര്യം, ഇത് ഈ കാർട്ടൂൺ നിങ്ങളുടെ കുട്ടികൾ കാണാറുണ്ടെന്ന് അറിയില്ല. എൻ്റെ മക്കൾ കാർട്ടൂൺ വല്ലപ്പോഴും കാണാറുള്ളൂ, ഞാൻ പറയാറില്ല. ടി വി കംപ്ലീറ്റ് നിർത്തി. പക്ഷേ അന്നത്തെ അവരുടെ ഒരു ഫാൻസ് ആയിരുന്നു അവർ. ഇതിൻ്റെ പെപ്പ പിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുക്കാണ് ഈ ബുക്ക്. നല്ല ക്വാളിറ്റി ഉള്ള ബുക്കാണ്, പക്ഷേ വിലയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബുക്കുകൾക്ക് ഭയങ്കര വിലയാണ്. കാരണം അവരുടെ ആ ഒരു ബ്രാൻഡ് അത് ഭയങ്കര വിലയാണ്. അപ്പോൾ ഇതിന് 89 രൂപയുടെ ബുക്കാണിത്. അതേപോലെ ഇതും ആ വില തന്നെയാണ്. ഇത് ഓരോ ഗ്രേഡിൽ ആട്ടാ, ലെവൽ 1 ലെവൽ 2 അങ്ങനെ. അപ്പോൾ ഇതിലിങ്ങനെ നല്ല പിക്ചേഴ്സും ശരിക്കും ആ കാർട്ടൂണിൽ കാണുന്ന അതേ പിക്ചേഴ്സും കാര്യങ്ങളും. അപ്പോൾ ഇവർക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ബുക്ക് മേടിച്ച് എത്ര നിങ്ങൾ പൈസ കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കുട്ടികളത് വായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ല അറിവുകൾ നൽകുന്നതാണ്. അപ്പോൾ കുറേ ഇങ്ങനത്തെ മോറൽ സ്റ്റോറീസ് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കൂടി മേടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ കുറച്ചും കൂടി ഒരു രസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ 4 വയസ്സ് 5 വയസ്സ് റേഞ്ചുള്ള കുട്ടികൾക്ക് വായിക്കാനുള്ള കുഞ്ഞു ബുക്കാട്ടാ. ഇതിന് വില വരുന്നത് 140 രൂപയാണ് ഈ സെറ്റിന് വില. എനിക്കറിയാം, കാണുമ്പോൾ ഇത്തിരിക്കോളം പോകുന്ന ഈ ബുക്കിന് എന്തൊരു വിലയാണ്. പക്ഷേ ഇത് ഭയങ്കര കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് ഈ ബുക്ക്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ക്യാരക്ടറും ഇതിൻ്റെ ബുക്കിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചാണ്. ഇത്തിരി നല്ല ബുക്കാണ്, അത് മീൻസ് കട്ടി കണ്ടില്ല, അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ബുക്ക്സ് മേടിച്ചാലും മതി. ഇതൊക്കെ ഇതിൻ്റെ ഒരു രസത്തിന് വേണ്ടിയിട്ട് മേടിക്കുന്നു മാത്രം. കണ്ടില്ല, ഇങ്ങനത്തെ 5 ബുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കുട്ടി കഥകൾ അതിൻ്റെ ഉള്ളിലുള്ള ഇത് കണ്ട ഈ പ്രിൻസസ് അതൊക്കെ. അത് ഒരെണ്ണം, ഇത് ജോർജ് ഡ്രാഗൺ, പിന്നെ എന്നിട്ടാണ് ദ കിങ് ദ കുക്ക് ആൻഡ് ദ വിസാർഡ്. കുട്ടികൾ കാർട്ടൂൺ കാണുന്നവരാണെങ്കിൽ ഇവരെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയും. സ്ലീപ്പി പ്രിൻസസ്, പിന്നെ പ്രിൻസസ് പെപ്പ, പിന്നെ റോയൽ പാർട്ടി. 5 എണ്ണം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ഇത്രയും വിലയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി. കുട്ടികൾ വാശി പിടിക്കരുത് അമ്മേൻ്റെ അടുത്ത്, അയ്യോ ഇത് മേടിക്കും. ഞാൻ ആൻറ്റി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അത് മേടിച്ചു കൊടുത്തത്. ഞാൻ അവർ പറഞ്ഞിട്ട് മേടിച്ചതൊന്നല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊരു ബുക്ക്, ഒരു യൂസ്ഫുള്ളായ സാധനം മേടിക്കാം, കണ്ണി കണ്ടത് മേടിച്ചിട്ട് പൈസ കളഞ്ഞിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു 3 ബുക്ക് 4 സെറ്റ് ബുക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഇത് ഞാൻ കുറച്ച് മുമ്പ് മേടിച്ചേട്ടാ. ബാക്കി ഐറ്റംസൊക്കെ ഞാൻ ഇന്ന് ഷോപ്പിൽ പോയി മേടിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഐറ്റംസൊക്കെ പുതിയത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷോപ്പിൽ പോയ വീഡിയോ ഒന്നും വലിയ ഗുണമായി എന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയൊരു വ്ളോഗിൽ ഞാൻ പുതിയ നല്ല പ്രൊഡക്ട്സും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ.